ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇത് ട്യൂസ്ഡേയിലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് നിങ്ങൾ ചോദിച്ച കമന്റ്സ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ എടുത്തിട്ടാണ് ഈ വീക്ക് നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഏറ്റവും കൂടുതൽ വന്ന കഴിഞ്ഞ ആഴ്ച മാത്രമല്ല കുറേ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ അണ്ടർ ഐ ക്രീമിന്റെ റെക്കമെൻഡേഷൻസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന രണ്ട് അണ്ടർ ഐ ക്രീംസ് പറഞ്ഞു തരാറുണ്ട്. കുറച്ചെണ്ണം ഞാൻ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ടും പറഞ്ഞു തരാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം, ഈ ക്രീമുകൾ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അണ്ടർ ഐ ഡാർക്ക്നെസ് മാറത്തില്ല. എന്താ റീസൺ എന്ന് പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഈ അണ്ടർ ഐയിലുള്ള ഡാർക്ക്നെസ് വരുന്ന ഒരുപാട് റീസൺസ് കൊണ്ടാണ്. ആ റീസൺസ് മാറ്റാതെ മാറ്റി വെച്ചാൽ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് മാറ്റാൻ പറ്റും. അതൊന്നുകിൽ നിങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിക്കേഷന് സൈഡ് എഫക്ട്സ് ആവാം. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ടയേർഡ്നെസ്, ഓവറായിട്ട് സ്ക്രീൻ ടൈം, ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ, സ്ട്രെസ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് വരാം. അപ്പൊ ഈ സാധനങ്ങൾ മാറ്റാതെ നമ്മൾ കുറെ ക്രീം തേച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡാർക്ക്നെസ് മാറത്തില്ല. ഒന്നാമത്തെ. രണ്ടാമത്തെ റീസൺ ഇത് ഒരു ജനറലൈസ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കുറെ റീസൺസ്. ഇനി നമ്മൾ മെഡിക്കലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ അനാറ്റമി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കുറെ റീസൺസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്താണ് നമുക്കുള്ള സ്കിൻ ഉണ്ടല്ലോ, അണ്ടർ ഐയിലുള്ള സ്കിൻ മറ്റുള്ള ഫേസിലെയും ബോഡിയിലെയും സ്കിന്നിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് തിന്നായിരിക്കും. അപ്പൊ ആ നോർമലി തിന്നായിരിക്കും, അത് വീണ്ടും എക്സ്ട്രീംലി തിന്നാകുമ്പോൾ നമ്മുടെ അടിയിലുള്ള മസിൽസ്, ബ്ലഡ് വെസൽസ്, അതെല്ലാം തൊലിയുടെ പുറത്തൂടെ കാണാൻ തുടങ്ങും. അപ്പൊ അത് കാരണം നമുക്ക് ആ തൊലിക്ക് കട്ടിയില്ലായ്മ കാരണം നമുക്ക് അതൊരു ഡാർക്ക് ആയിട്ട് തോന്നും. പക്ഷെ സത്യത്തിൽ അത് ഡാർക്ക്നെസ് അല്ല, അവിടുത്തെ ആ ഒരു കട്ടി കുറവ് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഒന്നാമത്തെ. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ സ്കിന്നൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് വരും. അങ്ങനെയാണെന്നുണ്ട സമയത്ത് നമുക്ക് ഈ ഒരു പ്രോമിനൻസ് കാരണം നമുക്ക് ഇവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ ബ്ലഡ് വെസൽസ് കുറച്ച് ഡാർക്ക് കളേർഡ് ആണല്ലോ, അപ്പൊ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ട് തോന്നും. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് ചിലപ്പോൾ നമുക്ക് ഇല്യൂഷൻ, ലൈറ്റ്, ഹോളോനെസ് കാരണം ഉണ്ടാവുന്ന ഒരു ഡാർക്ക്നെസ് ആണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് ചിലപ്പോൾ ഒന്ന് കുഴിയിലോട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു കുഴിയിലോട്ട് ഇരിക്കുന്നത് കാരണം നമ്മുടെ കണ്ണിനൊരു ഡാർക്ക്നെസ് വരും. ആ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് തോന്നുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ വെയിലത്ത് പോയിട്ട് കണ്ണാടി വെച്ച് നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ലൈറ്റിന്റെ അണ്ടറിൽ നിന്നിട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആ കണ്ണൊന്ന് നോക്കുമ്പോഴത്തേക്കും തലയൊന്ന് പൊക്കി നോക്കുമ്പോൾ നമ്മുടെ അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവില്ല. അപ്പൊ അത് ലൈറ്റിന്റെ എഫക്റ്റ് ആണെന്ന് മനസ്സിലാവും, ഹോളോനെസ്. പിന്നെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് അണ്ടർ ഐ ഡാർക്ക്നെസ് വരാം. അതായത് പാരമ്പര്യമായിട്ട് നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കല് ഒരു ക്രീം ഉപയോഗിച്ചുകൊണ്ട് പറ്റണം എന്നില്ല. പിന്നെ നമ്മുടെ സൺ ഡാമേജ് കാരണം കണ്ണിന്റെ അടിയാണ് സൺ ഡാമേജ് കാരണം നമുക്കൊരു ഡാർക്ക്നെസ് വരും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അണ്ടർ ഐ ഡാർക്ക്നെസ്സിനുള്ള റീസൺസ്. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രീം ഉപയോഗിച്ചു, അല്ലെങ്കിൽ വിറ്റാമിൻ സി, കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്രീം ഉപയോഗിച്ചത് കൊണ്ട് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒരിക്കലും മാറത്തില്ല. ഞാൻ വിശ്വസിക്കുന്നിടത്തോളം അണ്ടർ ഐ ക്രീംസ് എന്ന് വെച്ചാൽ ഓവർ പ്രൈസ്ഡ് മോയിസ്ചറൈസേഴ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മാത്രമേ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടൊരു ആരെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എങ്ങും നോക്കാം, നിങ്ങളൊരു അണ്ടർ ഐ ക്രീം എടുക്കുക, നിങ്ങളുടെ മോയിസ്ചറൈസർ എടുക്കുക, രണ്ടിന്റെയും ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വിറ്റാമിൻ സി കാണും, ഒരു വിറ്റാമിൻ സി അണ്ടർ ഐ ക്രീം എടുക്കുക, വിറ്റാമിൻ സി മോയിസ്ചറൈസർ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ മോയിസ്ചറൈസേഴ്സ് ഒരു ചെറിയ ബോട്ടിലോട്ടാക്കി തരുന്നു എന്നുള്ളതില്ല. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ തന്നെ പ്രോപ്പറായിട്ട്, നമ്മൾ ചില സമയത്ത് നമ്മൾ മോയിസ്ചറൈസർ ഇടുമ്പോൾ നമ്മൾ അണ്ടർ ഐയുടെ ഏരിയയിലോട്ടൊന്നും പ്രോപ്പറായിട്ട് മോയിസ്ചറൈസർ ചെയ്യാറില്ല. അപ്പൊ അതൊന്ന് പ്രോപ്പറായിട്ട് മോയിസ്ചറൈസർ ചെയ്താൽ മതി, പ്രശ്നം തീരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന നോർമൽ സെറംസ് അതൊക്കെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ മാറ്റം വരും. പിന്നെ നിങ്ങൾ തിൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന റെറ്റിനോളൊന്നും അങ്ങോട്ട് യൂസ് ചെയ്യരുത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെറ്റിനോൾസ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറാനായിട്ടും പറ്റും. ഇപ്പം എൻ്റെ ബേസ് ചെയ്യുമ്പോൾ എനിക്ക് റെറ്റിനോൾ എൻ്റെ അണ്ടറയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ അവിടുത്തെ സ്കിൻ കുറച്ച് തിന്നാണ്. അപ്പോൾ എനിക്ക് പക്ഷേ റെറ്റിനോൾ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറ് മിനിമലിസ്റ്റിൻ്റെ അണ്ടർ ഐ റെറ്റിനോൾ ക്രീമാണ്. അതുപോലെ തന്നെ എൻ്റെ ഡാർക്ക്നെസ് കൂടുതലും വരുന്നത് ടയർഡ്നെസ് കൊണ്ടും, പിന്നെ എനിക്ക് പൊതുവെ ഒരു സൺ ഡാമേജ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നൊരു സ്കിന്നാണ് എൻ്റെത്. അപ്പം അതുകൊണ്ടുമാണ്. അപ്പം അത് രണ്ടും മാറ്റാനായിട്ട് ഞാൻ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാറുണ്ട് 3 months മാക്സ്, അത്രേ ആയിട്ടുള്ളൂ. അത് ഈ ബോക്സ് ഇത് തീർന്നാൽ ചിലപ്പോൾ ഞാൻ നിർത്തുകയും ചെയ്യും, കാരണം എനിക്ക് പ്രത്യേകിച്ച് അണ്ടർ ഐ ക്രീമിന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കണ്ടാലും പണ്ടത്തെ പഴയ മോർണിംഗ് ഈവനിങ് സ്കിൻ കെയർ റുട്ടീൻ കണ്ടാൽ ഞാൻ അതിനകത്തൊന്നും അണ്ടർ ഐ ക്രീംസ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ റീസെന്റ് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ
ലൈക്ക് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പ്രോപ്പർ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കി റിസർച്ച് ചെയ്താണ് ഞാൻ ഈ 2 അണ്ടർ ഐ ക്രീംസ് കണ്ടുപിടിച്ചത്. ഒന്ന് പ്ലമ്മിൻ്റെതും ഒന്ന് മിനിമലിസ്റ്റിൻ്റെതും. അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ അണ്ടർ ഐ ക്രീംസ് നല്ലതാണ്. അപ്പോൾ അതവിടെ നിൽക്കും. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോളോനെസ് കാരണം നമ്മൾ ഒരു ഹൈൽഡ്രോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ ക്രീംസ് നല്ലതാണെന്ന് പറയും. ഹോളോനെസ്, അതായത് കണ്ണ് കുഴിയിലോട്ടുണ്ടെങ്കിൽ മാറ്റാൻ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്താലും പറ്റത്തില്ല. ടു ബി ഫ്രാങ്ക്, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫില്ലേഴ്സ് ആണ്. പേര് കേട്ട് പേടിക്കേണ്ട. പ്രോപ്പർ ആയിട്ടൊരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ മുടക്കാൻ താല്പര്യമുണ്ട്, കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, മുടക്കൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സെൽഫ് കെയറിന് വേണ്ടി പൈസ മുടക്കുന്നത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മുടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് പോയി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഫില്ലേഴ്സ് യൂസ് ചെയ്തത് കൊണ്ട് തെറ്റില്ല. നമ്മുടെ നാട്ടിൽ ഫില്ലേഴ്സ് ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും എത്തിയിട്ടില്ല എന്നൊന്നും പറയുമ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്, യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഫില്ലേഴ്സ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ആ ഒരു ഡാർക്ക്നെസ്, ഹോളോനെസ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഇല്ലെന്ന് വെച്ചാൽ ഉപകാരമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മെലാസ്മ, അതല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, സൺ ഡാമേജ് കാരണം ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും മാറ്റാനൊക്കെയാണ് നിങ്ങൾ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാറ്റാം, യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഹോളോനെസ്, അതല്ല എന്താ പറയുന്നത് ഹെറിഡിറ്ററി, അങ്ങനെയൊക്കെയുള്ള റീസൺസിന് വേണ്ടിയാണ് അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഉപകാരമില്ല. പിന്നെ ഞാൻ പറഞ്ഞിപ്പം വിട്ടുപോയ റീസൺ ഉണ്ട്. നമ്മുടെ ഈ ഒരു അണ്ടർ ഏരിയ പ്രോമിനന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും ചില സമയത്ത് ഒരു ഡാർക്ക്നെസ് വരാൻ ചാൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മളൊരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തെന്ന് പറഞ്ഞത് മാറത്തില്ല. പിന്നെ പഫിനെസ് ആണ്, അതായത് നമ്മൾ രാത്രി ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, ബ്ലഡും വൈറ്റ് ബ്ലഡ് സെൽസും ഒക്കെ അല്ല, വൈറ്റ് ബ്ലഡ് വരെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് നമ്മുടെ. അതിങ്ങനെ നമ്മുടെ കണ്ണിന്റെ അടിയിൽ മുഖത്തും ഒക്കെ ഡ്രെയിൻ ആയിട്ട് വന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പഫിനെസ് ഒക്കെ രാവിലെ തോന്നുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൂളിംഗ് എഫക്റ്റ് ഉള്ള മെറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും അണ്ടർ ഐയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെറ്റൽ അപ്ലിക്കേറ്റർ ഉള്ള അണ്ടർ ഐ ക്രീം വാങ്ങിക്കണം അങ്ങനെയൊന്നുമില്ല. അതിനുവേണ്ടി നിങ്ങൾ സാധാരണ സ്പൂൺ യൂസ് ചെയ്താലും മതി. വെറുതെ ഒരുപാട് കാശ് മുടക്കി അണ്ടർ ഐ ക്രീംസ് നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കാതെ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അണ്ടർലൈൻ പോയിന്റ്. അടുത്തത് അണ്ടർ ഐയിൽ വരുന്നതാണ് ഈ പഫിനെസ്സിന് വേണ്ടിയിട്ട് പഫിനെസ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ അണ്ടർ ഐ മാസ്കുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ഒന്ന് കൂൾ ആവാനായിട്ട് നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ചെറിയ സ്പോട്ട് ബ്രൈറ്റനിങ്, ലോങ് എഫക്റ്റിൽ നമുക്കൊരു സ്പോട്ട് ഒരു ഫംഗ്ഷന് പോകുന്നതിന് ജസ്റ്റ് ഒരു ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ടൊക്കെ ആ ഒരു അണ്ടർ ഐ മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതിനപ്പുറത്തോട്ട് അണ്ടർ ഐ മാസ്ക് കൊണ്ട് യാതൊരു ഉപകാരമില്ല. കാരണം ലൈക്ക് ഹൈഡ്രേഷൻ മാത്രമാണ് ഉപകാരം. നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരു ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി മാത്രമുള്ള സാധനമാണ്. പിന്നെ ഷീറ്റ് മാസ്കിനേക്കാളും എനിക്ക് അണ്ടർ ഐ മാസ്കുകൾ കുറച്ച് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം നമുക്ക് അധികം എൻവയോൺമെന്റൽ ഡാമേജുകൾ ഇല്ലാത്തത് കൊണ്ട് ഷീറ്റ് മാസ്കിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് അണ്ടർ ഐ മാസ്ക്. ഞാൻ പറയും വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. ഈ സ്വിസ് ബ്യൂട്ടിയിലൊക്കെ നമ്മൾ വില കുറഞ്ഞ അണ്ടർ ഐ മാസ്കുകളുണ്ട്, നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് രാവിലെ ചിലപ്പോൾ ഉറക്കം ശരിയാവില്ല, രാവിലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന അണ്ടർ ഐ മാസ്ക് അത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. അപ്പൊ അതൊക്കെ നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അതല്ലാണ്ട് ഒരു പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഒരു മെഡിക്കൽ സിറ്റുവേഷനോ കണ്ടീഷനോ ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയാണ് നിങ്ങൾ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യുന്നതെങ്കിൽ റീസൺ മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അടുത്തതാണ് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത്, അത് എത്രത്തോളം ഉപകാരപ്രദമാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് ബേസിക്കലി അതിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് അത് ഡെയിലി യൂസ് ചെയ്യണോ ഡെയിലി യൂസ് ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു AHA ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. അതായത് ഇത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ആസിഡ് ആണ്. BHA ഉണ്ട്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, നമ്മുടെ സാലിസിലിക് ആസിഡ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അത് ഓയിൽ സോല്യൂബിളിന്ന് ആസിഡ്സ് ആണ്. ഗ്ലൈക്കോളിക് ആസിഡ് മൈൽഡ് എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുമെങ്കിലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സഹായിക്കത്തില്ല. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് എന്ത് ചെയ്യും, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ട്? അതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയതുകൊണ്ട് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സഹായിക്കും. അപ്പൊ അത് എത്ര പെർസെന്റേജ് യൂസ് ചെയ്യും? അത് 1% തൊട്ട് 12% വരെ ഉണ്ട്. 1% സെറം ഉള്ളതാണ് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ലോറിയലിന്റെ ഗ്ലൈക്കോളിക് ആസിഡ്. നല്ല സാധനമാണ്, 1% ആണ്. ഡെയിലി അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, കാരണം അത് 1% ആണ്. നോർമലി നമ്മൾ 6% വരെ
നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഒരു വീക്കിലി സ്കിൻ ടോളറൻസിന് വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ 6% യൂസ് ചെയ്യണമെങ്കിൽ സ്കിൻ ഒന്ന് ടോളറേറ്റ് ആവണം. അപ്പൊ അതുകൊണ്ട് 6% നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നുള്ളത് കൊണ്ട് തന്നെ 1% നോർമലി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 1% യൂസ് ചെയ്യാം. അതിനുശേഷം നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്തായാലും പിറ്റേന്ന് രാവിലെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കരുത്. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം തന്നെയാണ് ഗ്ലൈക്കോളിക് ആസിഡ്. പക്ഷേ ശ്രദ്ധിക്കുക, ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കുന്ന ആൾക്കാര് ഗ്ലൈക്കോളിക് ആസിഡ് സിറത്തിന്റെ കൂടെ സാലിസിലിക് ആസിഡ് സിറം കൂടെ യൂസ് ചെയ്യരുത്, റെറ്റിനോൾ യൂസ് ചെയ്യരുത്, വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. എപ്പോഴും പറയത്തില്ല, നമ്മൾ AHAസും BHAസും വിറ്റാമിൻ സിയും റെറ്റിനോളും മിക്സ് ചെയ്യുന്നത് സെയിം അതുപോലെയാണ് ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ വേറെ ഒരു AHAയും മിക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ വേറെ ലാക്ടിക് ആസിഡ് ഒന്നും മിക്സ് ചെയ്യരുത്. സാലിസിലിക് ആസിഡ് മിക്സ് ചെയ്യരുത്, മെന്റലിക് ആസിഡ് മിക്സ് ചെയ്യരുത്, റെറ്റിനോൾ മിക്സ് ചെയ്യരുത്, വിറ്റാമിൻ സി മിക്സ് ചെയ്യരുത്. എന്തൊക്കെ മിക്സ് ചെയ്യാം? നമുക്ക് കോജിക് ആസിഡ് മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ നിയാസിനമൈഡ് മിക്സ് ചെയ്യാം, അസലിക് ആസിഡ് മിക്സ് ചെയ്യാം, ആൽഫ ആർബിറ്റിൻ മിക്സ് ചെയ്യാം. അതൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ സാധനങ്ങളൊന്നും ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ മിക്സ് ചെയ്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ നല്ലതാണ്. 1% നിങ്ങൾക്ക് 6% ഒക്കെ യൂസ് ചെയ്യാം. വീക്കിലി വൺസോ ടോയ്സോ ആണെങ്കിൽ 6% യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മെലാസ്മ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ നിങ്ങൾ പ്രഗ്നൻസി സേഫും ആണ്. 6% ടാൻ ആണെങ്കിൽ ഇത് പ്രഗ്നൻസി സേഫ് ആണ്. അപ്പൊ അതാണ് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി പറയാനുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്നെയിൽ മ്യൂസിനെ പറ്റി പറയൂ, എങ്ങനെയാണ് നല്ലതാണോ എന്നൊക്കെയാണ്. സത്യത്തിൽ സ്നെയിൽ മ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോ കുറച്ച് തെറ്റിദ്ധാരണ, അത് ക്രുവൽറ്റി ഫ്രീ അല്ല എന്നുള്ളത്. അത് വീഗൻ അല്ല, പക്ഷെ ക്രുവൽറ്റി ഫ്രീ ആണ്. വീഗൻ എന്ന് വെച്ചാൽ നമ്മൾ അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കാത്ത സാധനങ്ങളാണ് നമ്മൾ വീഗൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വീഗൻ അല്ല, പക്ഷെ അത് ക്രുവൽറ്റി സേഫ് ആണ്. ക്രുവൽറ്റി സേഫ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു അനിമലിനെ ഹാം ചെയ്യുന്നതിൽ ഈ സാധനം എടുക്കുന്നുണ്ട്. കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പശുവിന് പാലെടുക്കുന്ന പോലെയാണ് സ്നെയിൽ മ്യൂസിനെ എടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അതിന് സ്നെയിലിന് വളരേണ്ട സാഹചര്യത്തിൽ അതിനെ വിട്ടിട്ട് അത് മെഷ് വർക്കിൽ കൂടെ തന്നെ നടക്കാൻ വേണ്ടി അതിൽ നിന്നെടുക്കുന്ന പ്യുവർ എക്സ്ട്രാക്ട് ആണ് നമ്മൾ സ്നെയിൽ മ്യൂസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്തുണ്ടായിരിക്കുന്ന 97% ഹൈൽട്രോണിക് ആസിഡ് ആണ്. ഒരുപാട് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഭയങ്കര അഡ്വക്കേറ്റ് ആണ് സ്നെയിൽ മ്യൂസിന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്റെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ സ്നെയിൽ മ്യൂസിനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ രാത്രി ചില ദിവസങ്ങളിൽ കുറെ ദിവസമായിട്ട് എനിക്കൊരു ആക്റ്റീവ്സ് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല നൈറ്റിൽ. നോർമലി ആൾക്കാർ മോർണിംഗിലാണ് യൂസ് ചെയ്യാത്തത്, എനിക്ക് നൈറ്റ് യൂസ് ചെയ്യാനേ തോന്നുന്നില്ല. അപ്പൊ മേ ബി ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട്, അപ്പൊ എനിക്ക് ഹൈഡ്രേഷൻ മാത്രം മതി. ഞാൻ റെറ്റിനോള് വിറ്റാമിൻസ് ഒന്നും ഇപ്പം ചില ദിവസം 2-3 ദിവസമായിട്ട് ഞാൻ നൈറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യും, എന്റെ ലെനേജിന്റെ ടോണർ യൂസ് ചെയ്യും, സ്നെയിൽ മ്യൂസും എന്റെ മോയ്സ്ചറൈസർ. ഇത് മൂന്നാണ് ഞാൻ കറന്റ് ഒരു 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വിയർക്കുന്നതുകൊണ്ടൊക്കെ തന്നെ സ്കിന്നിന് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന ഹൈഡ്രേഷൻ മാത്രം മതി എന്നുള്ള ചിന്തിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എന്റെ സ്കിൻ ആക്റ്റീവ്സ് യൂസ് ചെയ്തില്ലെങ്കിലും ഞാനൊരു ബേസിക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാത്ത സാധനമാണ് സ്നെയിൽ മ്യൂസ്. എന്തിന്റെ കൂടെയൊക്കെ സ്നെയിൽ മ്യൂസിന് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരുവിധം അല്ല എല്ലാത്തിന്റെ കൂടെ നമുക്ക് സ്നെയിൽ മ്യൂസിന് യൂസ് ചെയ്യാം. നിങ്ങൾ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുന്നുള്ളത് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വേറെ ഹൈൽട്രോണിക് ആസിഡ് സിറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബേസിക്കലി ഹൈൽട്രോണിക് ആസിഡ് ആണ്. സോ ഹൈൽട്രോണിക് ആസിഡ് വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തെന്ന് വെച്ചാൽ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് നമ്മുടെ സ്നെയിൽ മ്യൂസിൻ കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിനാണ് കുറച്ച് ഹൈ എൻഡ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബയേഴ്സിന്റെ അടുത്ത് വാങ്ങിക്കുക. ഒന്നുകിൽ അത് നൈക്കയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ കറക്റ്റ് കോസറെക്സ് ആണ് അത് വിൽക്കുന്നത്. വേറെ ഇപ്പൊ നമ്മളിപ്പോ അത് നിങ്ങൾ ആമസോൺ സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം, അതിന്റെ മുകളിൽ ഇങ്ങനെ ഷോപ്പിന്റെ ഒരു സാധനം ഉണ്ടാകും, ആമസോൺ അല്ല കോസറെക്സിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ തന്നെ പോയി വാങ്ങിക്കുക. വേറെ ഏതെങ്കിലും ബയേഴ്സിന്റെ ഷോപ്പിൽ പോയി ഒരിക്കലും വാങ്ങിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ കോസറെക്സിന് എക്സാക്ട് കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങി കൈ കിട്ടി ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയും നല്ല കോപ്പി സാധനം ഉണ്ട്. ഞാൻ ഒക്കുവാണെങ്കിൽ ഞാൻ തപ്പുന്നുണ്ട്, എനിക്ക് എന്താണ് ഞാൻ നോക്കാൻ മാത്രം എനിക്ക് ആമസോണിൽ ആ സാധനം കൈ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതാണ്. അത് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് രണ്ടിൻ്റെയും സൈഡ് ടു സൈഡ് കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. നോക്കട്ടെ. കാരണം ഒന്ന് എനിക്കത് ഉറപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത സാധനമായിട്ട് വാങ്ങിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. എന്നാലും ഞാൻ മാക്സിമം വാങ്ങിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ വാങ്ങിയിട്ട് എൻ്റെ സൈഡ് ടു സൈഡ് കമ്പാരിസൺ നടത്തി കാണിച്ചത്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ അത്രയും വില കൊടുത്ത് നിങ്ങൾക്ക് കോസറെക്സ് വാങ്ങിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബി ബോഡി വൈസിൽ സ്നെയിൽ മ്യൂസിന് അവൈലബിൾ ആണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലതാണ്. ഇൻഗ്രീഡിയൻറ്റ് വായിച്ചിട്ട് കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റേ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വെച്ചിട്ട് നല്ലതാണ്. ഒരുപാട് ഒരു ബാഡ് റിവ്യൂ പോലും ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടില്ല. സാധനം നല്ലതാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി, കോസ്റെക്സ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ അത് രണ്ടും ഒരു സ്നെയിൽ മ്യൂസിനെ പറ്റി പറയാനുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ സത്യത്തിൽ സ്നെയിൽ മ്യൂസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളത്, ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് വന്ന് ഇങ്ങനെ കുറെ റീൽ ഞാൻ കണ്ടു. ആദ്യം ഞാൻ പോട്ടെ കഴിച്ചു. എന്നാലും ഇപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം കോസ്റെക്സ് നല്ലതാന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ സ്നെയിൽ മ്യൂസിൻ വാങ്ങി ആമസോണിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ട് പണി കിട്ടണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒക്കുമെങ്കിൽ ഞാൻ നൈക്കിന്ന് ഞാൻ തന്നെ വാങ്ങിക്കുന്നതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തേക്കാം. അതിൽ കയറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പൊ കറക്റ്റ് സാധനം ഞാൻ വാങ്ങിക്കുന്ന ലിങ്കിൽ തന്നെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് ഒറിജിനൽ സാധനമാണ് എനിക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ അത് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ ഇതായിരുന്നു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് Q&A വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയ്സിലും തേഴ്സ്ഡേയ്സിലും സൺഡേയ്സിലും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ലെറ്റ് മീ സൈനിങ് ഓഫ്.